ബ്രിക്സ് ഗ്രൂപ്പിനെതിരെ പുതിയൊരു ആക്രമണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ആ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടമായ ഉദ്ദേശത്തോടെയാണെന്ന് ട്രംപ് പറഞ്ഞു. ട്രംപ് ബ്രിക്സ് മരിച്ചു എന്നും അമേരിക്ക ഡോളറിനെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കുമേൽ 100% തിരിവ് ചുമത്തുമെന്ന ഭീഷണി ഉയർത്തുകയും ചെയ്തു. ബ്രിക്സിലെ ഏതെങ്കിലും ഒരു രാജ്യം അമേരിക്കയോട് ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമേരിക്ക അവരുമായി വ്യാപാരം നടത്തില്ലെന്നും ഏതെങ്കിലും വ്യാപാരം നടന്നാൽ അത് 100% താരിഫിൽ നടത്തുമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കൻ ഡോളർ മാറ്റിസ്ഥാപിക്കാനുള്ള ഏതൊരു നീക്കത്തിനെതിരെയും നേരത്തെ തന്നെ ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. എന്നാൽ ഇന്ത്യ, റഷ്യ, ചൈന, ബ്രസീൽ എന്നിവ ഉൾപ്പെടുന്ന 9 അംഗ ഗ്രൂപ്പിൽ നിന്നും അമേരിക്കൻ പിന്തുണയും തേടുകയുണ്ടായി. 2009 ബ്രിക്സ് രൂപീകൃതമായത്. അമേരിക്ക അംഗമല്ലാത്ത ഒരേ ഒരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഗ്രൂപ്പ് കൂടിയാണിത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, യുണൈറ്റഡ് എമിറേറ്റ്സ് എന്നീ 10 രാജ്യങ്ങളാണ് ബ്രിക്സിന് കീഴിൽ പ്രധാനമായും ഉള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചില അംഗരാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യയും ചൈനയും, അമേരിക്കൻ ഡോളറിന് പകരമായി ഒരു ബദൽ മാർഗം തേടുകയോ സ്വന്തമായി ബ്രിക്സ് കറൻസി സൃഷ്ടിക്കുകയോ ചെയ്തു വരികയാണ്. പക്ഷേ ഇന്ത്യ ഇതുവരെ ഈ നീക്കത്തിന് ഭാഗമായിരുന്നില്ല. അമേരിക്കൻ ഡോളറിനെ ദുർബലപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് താല്പര്യമില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നയം വ്യക്തമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും ട്രംപും തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ടെന്നും ഇന്ത്യ ഒരിക്കലും ഡീഡോളറൈസേഷനെ അനുകൂലിച്ചിട്ടില്ലെന്നും ജയശങ്കർ വെളിപ്പെടുത്തി. ഇപ്പോൾ ബ്രിക്സ് കറൻസി വേണമെന്ന നിർദ്ദേശം ഒരിക്കലുമില്ല. ബ്രിക്സ് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ചർച്ച നടക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പക്ഷേ അമേരിക്ക ഞങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണെന്നും അതിനാൽ ഡോളറിനെ ദുർബലപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ലെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.